ഞാനിപ്പോൾ വിഷുവിന് ഇറങ്ങിയ 2 മലയാള സിനിമകൾ കൂടാണ്ട് 2 ഇംഗ്ലീഷ് സിനിമകൾ കൂടി കണ്ടു. ഒന്ന് ദ അമേച്ചർ എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ അത് കൂടാണ്ട് വാർഫെയർ എന്ന സിനിമയും കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ദ അമേച്ചറിനെ കുറിച്ച് പറയാം. അമേച്ചർ ഞാൻ കണ്ടത് PVR ലുലു മോൾ OD3-യിലാണ്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് ആദ്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ ഓർത്ത് എല്ലാവരും സിനിമ കാണാൻ പ്ലാൻ ചെയ്യുമ്പോൾ അവിടുത്തെ PVR OD3-യിൽ സിനിമ ഉണ്ടെങ്കിൽ അവിടെ പരമാവധി കാണാതിരിക്കാൻ നോക്കുക. വളരെ മോശം നിലയിലാണ് ആ സ്ക്രീൻ. എനിക്ക് പേഴ്സണലി ഒരു കൊല്ലം മുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമായൊരു സ്ക്രീനായിരുന്നു അത്, കുറച്ച് കാലം മുമ്പ് വരെ. കാരണം അത് ഫ്ലാറ്റ് സ്ക്രീനാണ്, ഫ്ലാറ്റ് സിനിമകൾ കാണാൻ രസമുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈമിൽ എക്സ് ഹ്യൂമൻ എന്ന സിനിമ കണ്ടേ പിന്നെ ഞാൻ അവിടെ നിന്ന് സിനിമ കാണൽ വളരെയധികം കുറച്ചു. അവിടുത്തെ OD2-ലും OD3-ലും ഞാൻ സിനിമ ആക്ച്വലി കാണാറേ ഇല്ല. വളരെ ഒരു വഴിയില്ലാതെ വരുമ്പോഴൊക്കെയാണ് ഞാൻ പോയി കാണുന്നത്. ഇന്നിപ്പോൾ ഞാൻ പോയി കണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഫോറം മാൾ ഒരു വെയിൽ കൊണ്ട് വണ്ടി ഓടിക്കാൻ മടിയായതുകൊണ്ടും പിന്നെ ഐമാക്സിൽ പോയി കാണാൻ മാത്രം ഐമാക്സിൽ പോയി കാണാൻ 350 രൂപയും കണ്ടാണ്. അതിന് ഈ സിനിമ വെറുത്താണെന്ന് എനിക്ക് തോന്നിയതും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ PVR പാസ്പോർട്ട് വർക്കായി. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും ഒന്നിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അമേച്ചർ OD3-ൽ കണ്ടത്. ആക്ച്വലി OD2-ൽ കാണാനായിരുന്നു പ്ലാൻ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല ഇത് എവിടെയാണെന്നുള്ളത്. കാരണം ഞായറാഴ്ച വരെ ഈ സിനിമ OD2-ലായിരുന്നു. കഴിഞ്ഞ ദിവസം നിഖിൽ, അതായത് FRK വ്ളോഗ്സിൽ നിഖിൽ എന്നോട് പറഞ്ഞത് OD2-ൽ അവൻ കണ്ട 2 സിനിമയിലും നല്ല പെർഫോമൻസ് ആയിരുന്നു സ്ക്രീൻ എന്ന് പറഞ്ഞു. എനിക്ക് OD2 ആണ് പേഴ്സണലി അവിടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ക്രീൻ. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ OD3 ആണ് എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ക്രീൻ. അപ്പോൾ അവനങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും പിന്നെ OD2 അങ്ങ് കണ്ടേക്കാം ഇങ്ങനെ പറയാം. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഏത് സ്ക്രീനാണെന്ന്. ഞാൻ ആക്ച്വലി ഇന്ന് നേരെ കയറാൻ പോയതും OD2-ലാണ്. പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെ ആലപ്പുഴ ജിംഖാനാന്ന് മറ്റേ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് സ്ക്രീനിൽ വെച്ചിട്ട് അതിൽ ഞാൻ കണ്ടത്. ഞാൻ അപ്പുറത്ത് പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് നോക്കി OD3-ന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ OD3 കണ്ടപ്പോൾ വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും ബ്രൈറ്റ്നസ് ഇല്ലായിരുന്നു. ഡാർക്ക് സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഞാനിത് എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ സിന്നേഴ്സ് എന്ന സിനിമ തന്നെയുണ്ട്. അത് ദൈവത്തെ ഓർത്ത് OD3-ലൊക്കെ ലിസ്റ്റ് ഉണ്ട്, ഇപ്പോൾ കാണരുത്. അതിൻ്റെ ട്രെയിലർ ഇവിടെ കാണിച്ചപ്പോൾ അതിൽ പാതി മുക്കാലും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് രാത്രി സീക്വൻസുകളൊന്നും ഒട്ടും അവിടെ നിന്ന് കാണാൻ പറ്റില്ല, അത്ര മോശമായിരുന്നു അതിൻ്റെ. പക്ഷേ സറൗണ്ട് എഫക്റ്റൊക്കെ നല്ലതായിരുന്നു. സൗണ്ട് ഞാൻ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അത് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രൊജക്ഷൻ വളരെ മോശമാണ്. സ്ക്രീനിൻ്റെ ആണോ അതോ പ്രൊജക്ഷൻ്റെ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും വളരെ മോശമായിരുന്നു എക്സ്പീരിയൻസ്. ഇനി ഞാൻ എന്തായാലും OD3-ൽ 99 രൂപയാണെങ്കിലും കാണൂല കേട്ടോ. എനിക്ക് ഇനി അവിടെ കയറാൻ വയ്യ. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ അതുപോലെ തന്നെയായിരുന്നു. വളരെ അമേച്ചറിസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്, പേര് പോലെ തന്നെ. എനിക്ക് സിനിമ ഒട്ടും വർക്കായില്ല. ഇതുപോലത്തെ ഒരു സിനിമയൊക്കെ 1 മണിക്കൂർ 40 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാകുമ്പോൾ ഈ സിനിമ 2 മണിക്കൂർ വരെ കൊണ്ട് വലിച്ച് നീട്ടി. ഇതിനാണ് എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. നമ്മളാണെങ്കിൽ ഒന്നാമത് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനോട് ഇമോഷണലി ഇൻവെസ്റ്റഡ് അല്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് മേക്ക് ബിലീഫാണ്. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ കണക്ഷനിൽ ക്യാരക്ടേഴ്സിന് വേണം, നമുക്കതില്ല. രണ്ടാമത് ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളൊന്നും വലിയ രസമുള്ള കാര്യമൊന്നുമല്ല. ഒന്നാമത് ഈ ഇതുപോലത്തെ സിനിമകളെന്ന് വെച്ചാൽ ഇതൊരു ക്ലീഷേ സിനിമയാണ്. ക്ലീഷേ സിനിമ എന്ന് പറയാൻ പാടില്ല, എന്താ പറയുക, ഇതൊരു ബേസിക്, ഇങ്ങനത്തെ സിനിമകളുടെ ഒരു ബേസിക് പ്ലോട്ട് എങ്ങനെയാണോ അത് തന്നെയാണ് ഈ സിനിമ. ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. ഇയാൾ മറ്റേ പണ്ട് സ്പൈ അല്ല ആയിരുന്നു, അപ്പോൾ ഇയാൾ മറ്റേ ഡെസ്ക് ജോബ് ചെയ്യുന്നൊരു പുള്ളിയാണ്. പുള്ളി ഇത് ചെയ്യുന്നു. വളരെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനകത്ത് യാതൊന്നും പുതുമയുള്ളതായിട്ടൊന്നും കഥയിലൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് ഈ പുള്ളി ഇങ്ങനെ ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അവരെങ്ങനെ കൊല്ലുന്നു, അതായത് ഇതിലത്തെ സെറ്റ് പീസുകൾ എങ്ങനെയായിരിക്കും, അതൊക്കെ നോക്കിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സിനിമകൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ സിനിമ എല്ലാവരും ഇതിലും ഡിസപ്പോയിൻറ്റിങ് അങ്ങനെ നോക്കുമ്പോൾ. ഇതിൻ്റെ പ്ലോട്ട് വളരെ ബോറാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരു പ്ലോട്ടാണ്. നമുക്കറിയാം ഈ പ്ലോട്ട്. ബേസിക്കലി നമുക്ക് ഈ സിനിമ എന്താണെന്ന് ഉള്ള ട്രെയിലർ കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് വെച്ചാൽ പുള്ളി എല്ലാവരും എങ്ങനെ കൊല്ലുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊന്നും ഒരു സുഖമില്ലാണ്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ പുള്ളി ഇവരെ കണ്ടുപിടിച്ചു എന്നുള്ളത് അത് അത്ര ത്രില്ലിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ഈ ഹീറോ ആയിട്ടുള്ള അമലിക്കിൻ്റെ പെർഫോമൻസ് പുള്ളി കൊള്ളായിരുന്നു ആക്ച്വലി. പുള്ളി ആ ക്യാരക്ടർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു. പക്ഷേ സ്റ്റിൽ അതിൻ്റെ റൈറ്റിംഗ് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു ഇമോഷണൽ ഡെപ്ത് നമുക്ക് കിട്ടുന്നില്ല. പുള്ളി റിവെഞ്ച് ചെയ്യാൻ പോകുന്നു, ഭാര്യനെ കൊന്നതിനാണ് റിവെഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് സീനുകൾ കാണിക്കുന്നതിന് നമുക്ക് ആ ഒരു കണക്ഷൻ ആ സിനിമയോട് ഇല്ല. ഇത് കാണിക്കുന്ന ആരോടും നമുക്ക് ഇമോഷണൽ കണക്ഷൻ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ വർക്കായില്ല. രണ്ടാമത് കണ്ട സിനിമ എന്ന് പറയുന്നത് വാർഫെയർ ആണ്. വാർഫെയർ ഞാൻ ഐമാക്സിനാണ് കണ്ടത്. കാരണം ഇതിന് മുമ്പ് ഞാൻ ഇതേ ഡയറക്ടറിൻ്റെ സിവിൽ വാർ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ PVR PXL കണ്ട. PVR PXL ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. ഫുൾ സ്ക്രീൻ ആയിരുന്നു അവിടെ സിനിമ. 1.85:1 ആയിരുന്നു സിനിമ. ഈ സിനിമ 2:1 ആണ്. അപ്പോൾ ഐമാക്സിൽ വളരെ ചെറിയ ബ്ലാക്ക് ബാർ ഉണ്ടാവുള്ളൂ. പിന്നെ ഒബിയസ്ലി മലയാള സിനിമ ഇത്ര നന്നായിട്ട് ഓടുമ്പോൾ PXL കിട്ടില്ലെന്നറിയാം. പക്ഷേ സിവിൽ വാർ കണ്ട പലരും പറഞ്ഞത് ഐമാക്സിൽ അതിൻ്റെ സൗണ്ട് കിട്ടില്ലായിരുന്നതാണ്.
PXL ആക്ച്വലി അതിൻ്റെ സൗണ്ട് ഭയങ്കര കിടിലം തന്നെയായിരുന്നു. പക്ഷേ ഐമാക്സിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഐമാക്സിൻ്റെ ബേസ് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് പുള്ളിയുടെ സിനിമയിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് വാർഫെയർ കാണാൻ പോയത്. സിവിൽ വാറിൻ്റെ ഡയറക്ടറും പിന്നെ വാർ വെറ്ററായ ഒരു പുള്ളിയും കൂടി ചേർന്നാണ് ഡയറക്റ്റ് ചെയ്തത്, ഡയറക്റ്റ് ചെയ്തത്, രണ്ടുപേരും കൂടി ഡയറക്റ്റ് ചെയ്തത്. സിനിമ എന്ന് വെച്ചാൽ കഥയൊന്നുമില്ല ആക്ച്വലി. ബേസിക്കലി ഒരു മിഷനാണ്, എ മിഷൻ ഗോൺ റോങ്. അപ്പോൾ ആ മിഷൻ റോങ് ആയി പോകുമ്പോൾ ആ ടീം അവിടെ നിന്ന് ഇങ്ങനെ സർവേ ചെയ്തെന്നാണ് ഈ സിനിമ 1.5 മണിക്കൂർ കാണിക്കുന്നത്. ലെങ്ത്ത് വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ബോറടിക്കാൻ മാത്രമൊന്നുമില്ല. ആദ്യത്തെ കുറച്ച് നേരമുണ്ട്, ഒരു 15 മിനിറ്റ് ഈ മിഷൻ എങ്ങനെയാണ് ഈ സിനിമ സെറ്റപ്പ് ചെയ്യുന്ന ഒരു 15 മിനിറ്റ് ഉണ്ട്. അവിടെയാണ് സെറ്റ് ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര സൈലൻ്റായിട്ടുള്ള സമയമാണ്. അവിടുന്ന് പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു, അവിടെ നിന്ന് ബും 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 എന്ന് പോവുകയാണ്. വളരെ ഫാസ്റ്റായിട്ടുള്ള സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടില്ല സൗണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത സൗണ്ടായിരുന്നു. ഈ സിനിമ കാണുവാണെങ്കിൽ ഐമാക്സ് തന്നെ കാണണം. കാരണം ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഓരോ ബ്ലാസ്റ്റും ഓരോ ബുള്ളറ്റും ഇതിലെ പ്ലെയിൻ വന്ന് 2 പ്രാവശ്യം ഷെല്ലിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോംബ് ചെയ്യുന്ന സീക്വൻസുകളൊക്കെ ഉണ്ട്. സൗണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചാദ്യ സൗണ്ടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി ആണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഞാൻ കുറച്ച് സാമ്പിൾസൊക്കെ ഇങ്ങനെ ഇടാം. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ആക്ച്വലി പേഴ്സണൽ സിനിമ സ്റ്റോറി ലെവൽ നോക്കുവാണെങ്കിൽ ഈ സിനിമക്കകത്ത് സ്റ്റോറിയൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുവാണെങ്കിൽ സിവിൽ വാർ ആക്ച്വലി ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. പക്ഷേ ആസ് എ ഹോൾ ആ 1.5 മണിക്കൂറിൽ നമുക്ക് ആ പുള്ളി വാറിനെ സപ്പോർട്ട് ചെയ്തല്ല ഈ സിനിമ കാണിക്കുന്നത്, പുള്ളിയുടെ കഴിഞ്ഞ സിനിമകൾ തന്നെയാണ്. പക്ഷെ അത് കുറച്ചും കൂടി പോസ്റ്റ് വാർ പൊളിറ്റിക്സ് സംസാരിക്കുന്നത്. അതിൽ ഒരുപാട് കാലം ഇതിൽ വാറിൻ്റെ ഡയറക്റ്റ് എഫക്റ്റ് അവർ ശരിക്കും കാണിക്കുന്നുണ്ട് ഇവർ ഫേസ് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞോ അല്ലെങ്കിൽ പോസിറ്റീവ് പറഞ്ഞോ ഒന്നും പുള്ളി അതിനെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് മുമ്പിൽ അതിൻ്റെ ഒരു ഭീകരത കാണിക്കുക എന്നുള്ളതാണ്. അതിൽ പുള്ളി ടോട്ടലി സക്സീഡ് ആവുന്നുണ്ട്. ഭയങ്കര ബ്രൂട്ടലാണ്. ഞാൻ ആദ്യം പറയുകയാണ്, ഇതൊക്കെ കാണാൻ സഹിക്കാൻ പറ്റുന്നതിന് മാത്രമേ കാണാൻ പാടുള്ളൂ. ഇതിൽ ആൾക്കാരുടെ വയറൊക്കെ പിളർന്നു പോയിട്ടും കാലൊടിഞ്ഞു എല്ല് നുറുങ്ങിയിട്ടും ഒക്കെയുള്ള നിങ്ങൾ ക്ലോസപ്പിൽ തന്നെ കാണിക്കും. 2 സീനിലെങ്ങാണ്ട് മാത്രമാണ് അവർ ബ്ലർ ചെയ്യുന്നത്, സെൻസർ ചെയ്തിരിക്കുന്നത്. അതർവൈസ് ഈസ് ഫുള്ളി കംപ്ലീറ്റ്ലി ഓൺ. അതുകൊണ്ട് തന്നെ ആ ബ്രൂട്ടാലിറ്റി സഹിക്കാൻ പറ്റാത്തൊരു സിനിമ കാണരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് സിനിമ കാണാൻ വരുന്ന കപ്പിൾസിനോടാണ്. നിങ്ങൾക്ക് കൊഞ്ചിക്കൊഴയാനോ അതിനെങ്ങനെ ഉദ്ദേശിച്ചാണ് ഈ സിനിമയ്ക്ക് ആരുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് കയറുന്നതെങ്കിലും അവിടെ ആളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഞങ്ങൾ നിങ്ങളുടെ സംസാരം കേൾക്കാനോ നിങ്ങൾ ഫോണിൽ സംസാരിക്കാതെ കേൾക്കുന്നതല്ല സിനിമ ഇരിക്കുന്നത്. ഈ സിനിമ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 15 മിനിറ്റോളം ഫുൾ നേരം സംസാരമാണ്, മ്യൂസിക് ഒന്നുമില്ല. കൂടുതലും ഇവർ മിഷൻ വെച്ച് മൈക്ക് വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വയർലെസ് വെച്ച് സംസാരിക്കുന്നതാണ്. നമ്മൾ ആ സിനിമയിലേക്ക് ഉള്ളിലോട്ട് കയറുന്നൊരു ടൈമാണത്. അതിനിടയ്ക്ക് ഒരു പെണ്ണും ചെക്കനും ലെഫ്റ്റ് സൈഡിലിരുന്ന് തൊല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കയറി വന്ന മുതൽ ആ പെണ്ണ് ഫോണിൽ സംസാരിക്കലായിരുന്നു. അതൊന്നും നിന്ന് കിട്ടിയപ്പോൾ അതായത് എൻ്റെ സൈഡിലിരിക്കുന്ന എല്ലാവരും ഇവർ ഇടക്കിടക്ക് നോക്കി പിടിപ്പിക്കുന്നുണ്ട്. അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. 2 കപ്പിൾസ് ഉണ്ട്, ഒരു കപ്പിൾസ് കുറച്ച് ഫ്രണ്ടിലായിരുന്നു. അവരുടെ അടുത്ത ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ ഈ എൻ്റെ നേരെ സൈഡിലിടുന്ന ജീറോയിലിടുന്ന ആ കപ്പിൾസിൽ അതിൽ ആ പെണ്ണൊന്നും നിർത്തി ഒന്നും അങ്ങോട്ട് മാറിയപ്പോൾ ഉണ്ട് അവൻ തുടങ്ങി ഫോണിൽ ഒരു സ്ഥലകാല ബോധമോ ഒരു തിയേറ്ററിലിരിക്കുന്ന അല്പകാല മാനേഴ്സെങ്കിലുമൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ കാണിക്കണം. നിങ്ങൾ മാത്രമല്ലാത്ത സിനിമ കാണാൻ വന്നു, ഞങ്ങളെല്ലാവരും സിനിമ കാണാൻ വന്നിരിക്കുക. ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ദയവായി സ്ക്രീനിൽ നിന്ന് ഇറങ്ങി പോകണം. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കപ്പെടും. നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞാൽ അതൊരു നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നുള്ള ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ PVRലുള്ള എനിക്ക് ആകെയുള്ള സമയം PVRൽ പോകുമ്പോൾ വെച്ചാൽ PVRൽ ഞാൻ നേരെ സ്റ്റാഫിനോട് പോയി പറയും, അവരത് ഹാൻഡിൽ ചെയ്യുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് PVR പ്രത്യേകിച്ച് ലുലുമോളുള്ള സ്റ്റാഫ്, എനിക്ക് ഫോറമോളുള്ള സ്റ്റാഫിനോട് ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് അറിയില്ല. പക്ഷേ PVR ലുലുമോളുള്ള സ്റ്റാഫ് അടിപൊളിയാണ് ഈ കാര്യത്തിൽ, അവരിതെല്ലാം ഹാൻഡിൽ ചെയ്യുള്ളൂ. സോ ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ദം ഫോർ ദാറ്റ്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല. അവസാനം ഞാൻ 5 മിനിറ്റൊക്കെ ആയപ്പോൾ എൻ്റെ ക്ഷമ കെട്ട്. ബാക്കിയുള്ളവരൊക്കെ നോക്കി പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ അവസാനം കൈ കൊട്ടി വിളിച്ചിട്ട് ചോദിക്കേണ്ടി വന്നു എന്തുവാ കാണിക്കുന്നത്. അത് കഴിഞ്ഞാണ് അവനെ സൗണ്ട് കുറച്ചത് സംസാരത്തിൻ്റെ. അതുകൊണ്ട് അവൻ സ്ക്രീനിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഇടാം. പിന്നെ ഫോൺ ചെയ്യുമായിരുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് സൗണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് ശല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയും സൈലൻ്റ് ആയിരുന്നു സിനിമ ആ സമയത്ത് ഇവൻ്റെ സംസാരം ഇങ്ങനെ ഒച്ചത്തിൽ കിടന്ന് അലയടിക്കുവാണ്. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എടാ ഇത്തിരിയെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം സ്ക്രീനിൽ നിനക്ക് സിനിമ കാണാൻ താല്പര്യം ഇറങ്ങി പൊക്കോ. എന്തിനാ ടിക്കറ്റ് എടുത്ത് കയറുന്ന? സിനിമ കാണുന്നതിനും കൂടി ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്തിനാ എനിക്കറിയില്ല. പിന്നെ ഇതൊരു നല്ല ചാൻസാണ് നിങ്ങൾക്ക് ഈ വാർഫെയർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് ഐമാക്സിൽ പോയി തന്നെ കാണുക. നമ്മൾ സിനിപോളിസ് 25 എന്നൊക്കെ പറഞ്ഞാൽ കോഡടിച്ചാൽ 25% ഓഫും കിട്ടും.
സിനിപോൾസിൻ്റെ ആപ്പിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് ബുക്ക് ചെയ്ത് ഈ സിനിമ കാണുക. അടിപൊളി ഐമാക്സിൻ്റെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. നെക്സ്റ്റ് വീക്ക് സിന്നേഴ്സ് ഇറങ്ങും. സിന്നേഴ്സും കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ സിന്നേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത ആ സിനിമ 4K ലേസർ അറ്റ്മോസിലോ, കാരണം ആ സിനിമയ്ക്ക് 7.1 അറ്റ്മോസ് 7.1 IAB ഫയൽ ഉണ്ടാവും. ഒന്നെങ്കിൽ 4K സ്കോപ്പ് 4K ലേസർ അറ്റ്മോസ് സ്ക്രീനിലോ, അല്ലെങ്കിൽ പറ്റാവുന്നതും ഐമാക്സിൽ കാണുക. കാരണം 25 മിനിറ്റോളം ആ സിനിമയ്ക്ക് ഐമാക്സിൽ എക്സ്പാൻഡ് ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ 2 സിനിമയെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ ഈ 2 സിനിമകളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴത്ത് പറയുക. ഞാൻ നോക്കട്ടെ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. എന്നാലും ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.